ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ അനദർ ഡെയിലി വ്ലോഗ്. ഞാനും വാപ്പിയും ഇന്നിതാ എറണാകുളം വരെ ഒരു ആവശ്യത്തിൻ്റെ പുറത്ത് പോവാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്കും വാപ്പാക്കും കുറച്ച് ഉദ്ദേശങ്ങളുണ്ട്. അതൊക്കെ ഒന്ന് സഫലീകരിക്കാനാണ് നമ്മളീ പോകുന്നത്. എനിക്ക് ആ ഒറ്റ കാര്യമുള്ളൂ, ഒരു സാധനം നന്നാക്കാൻ കൊടുക്കുക. പറ്റുവാണെന്നുണ്ടെങ്കിൽ, ഇല്ലയെന്നുണ്ടെങ്കിൽ കൊടുക്കണില്ല, തിരിച്ചങ്ങോട്ടേക്ക് കൊണ്ടുവരും. ഇതാണ് നമ്മുടെ ഇന്നത്തെ പോക്കിൻ്റെയൊക്കെ ഉദ്ദേശം. നമ്മൾ കാര്യമായിട്ട് ഇവിടെ എത്തിയിട്ടൊന്നുമില്ല, ജസ്റ്റ് ഇപ്പോൾ ഇറങ്ങിയതേ ഉള്ളൂ. ആ ഒരു സൈഡ് നോക്കുമ്പോൾ ഫുള്ളിങ്ങനെ എന്താ പറയുക, ട്രെയിനിൻ്റെ കമ്പാർട്ട്മെൻറ്റുകൾ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ്. എന്തിനങ്ങനെ വെച്ചേക്കുന്നതെന്നൊന്നും അറിഞ്ഞൂടാ, പക്ഷെ കാണാൻ നല്ല രസമുണ്ട്. ഒരു ഷൂട്ടിങ്ങോ അല്ലെങ്കിൽ ഫോട്ടോഷൂട്ടിനൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു ലൊക്കേഷൻ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. കാര്യം വാപ്പ നാട്ടിലൊക്കെ വണ്ടി വിടുമ്പോഴേ നല്ല സ്പീഡൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കര സ്റ്റൈലിലൊക്കെ ആയിട്ടാണൊക്കെ പുള്ളിക്കാരൻ വണ്ടിയൊക്കെ ഓടിക്കുക, ടൂ വീലർ. പക്ഷെ ഇവിടെ വന്നപ്പം പുള്ളിക്കാരൻ നല്ല പേടിയായി. കാരണം നമ്മളത്ര കുറഞ്ഞ വാഹനമല്ലല്ലോ, ഇവിടെ നിരപ്പിന് വാഹനമല്ലേ. അതുകൊണ്ട് തന്നെ അവിടുന്ന് ഇവിടുന്നൊക്കെ എവിടെ നിന്നൊക്കെ കയറി വരണത് പോലും നമുക്ക് പറയാൻ പറ്റത്തില്ല. സോ അത്രയും കെയർ ചെയ്ത് ചിലപ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും കാണുമ്പോഴത്തേന് ഇവിടെ കൈയൊക്കെ ഇടയ്ക്ക് വിറക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു നമ്മുടെ ഒരു യാത്ര. കാണുമ്പോൾ മാത്രം അറിയുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ. എനിക്ക് പറഞ്ഞു തരാനായിട്ട് എനിക്ക് അറിയാത്തത് കൊണ്ടാണ് ഞാൻ സ്ഥലത്തിൻ്റെ എക്സാക്റ്റ് ലൊക്കേഷൻ ഒന്നും പറഞ്ഞു തരാത്തത്. പക്ഷേ ഇത് കാണുമ്പോൾ എനിക്കറിയാം ഇതാണ് സ്ഥലം, ഇതാണ് ഈ പള്ളി എന്നൊക്കെ പറഞ്ഞു തരാൻ അറിയുന്നല്ലേ ഉള്ളൂ. അല്ലാണ്ട് നിങ്ങളോട് പറയാൻ എനിക്കറിയില്ല. കാണുമ്പോൾ മാത്രമേ അറിയുന്ന ഒരു വൃത്തികെട്ട സ്വഭാവം എനിക്കുണ്ട്, അത് നിങ്ങൾ കാര്യമാക്കണ്ട. അപ്പോൾ ഇങ്ങനെ ഒരു റെയിൽപ്പാളത്തിൻ്റെ സൈഡിൽ കൂടിയാണ് ഞങ്ങൾ ഈ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ നീങ്ങി പോകുമ്പം അവിടെ നമുക്ക് കാണാൻ പറ്റും, ഇപ്പോൾ കാണുന്നില്ല, കുറച്ചും കൂടി പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും മെട്രോയും പിന്നെ വേറൊരു ഹൈവേയും അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ അവിടെ നിന്ന് കയറുന്നതായിരിക്കും. അങ്ങനെ കയറി വന്ന് നമ്മുടെ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് ആദ്യത്തെ പരിപാടി, അതായത് എൻ്റെ പരിപാടി. അവിടെയാണ് നമ്മൾ തുടങ്ങിയിരിക്കണത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഐശ്വര്യമായിട്ട് കയറാൻ പോവാണ്. ഐശ്വര്യം എന്നൊക്കെ പറഞ്ഞ് ഓവറാക്കി ചളവാക്കുന്നത് വേറൊന്നും കൊണ്ടല്ല, എനിക്കൊരു പ്രതീക്ഷയില്ലേ നന്നാക്കാൻ പറ്റുമെന്ന്. അങ്ങനത്തെ ഒരു പ്രതീക്ഷയില്ലാത്ത പോക്കാണ് ഈ സാധനം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. എന്തായാലും നമുക്ക് ചോദിച്ചു നോക്കാം പറ്റുമോ ഇല്ലയോ എന്ന്. അങ്ങനെ 2-3 സ്റ്റെയറൊക്കെ കയറിയിട്ട് നമ്മളിതാ ആ കാണുന്നതാണ് സ്ഥലം. സോറി, ഇതല്ല, ഇപ്പോൾ കാണും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതായിരിക്കും, സോറി, അപ്പോൾ ഇതും അല്ലായിരുന്നു. നമുക്ക് അടുത്ത ഫ്ലോറിലോട്ടാണ് പോകേണ്ടത്. അങ്ങനെ നമ്മളിതാ എത്തിയിട്ടുണ്ട്. നമ്മളങ്ങനെ കടക്കുകയാണ് ഗൈസ്, കടക്കുകയാണ്. ഇതാണ് ഷോപ്പ്. എന്തിനാണ് വന്നതെന്ന് വെച്ചാൽ എൻ്റെ ലാപ്ടോപ്പ് ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. ശരിയാവുമോ എന്ന് ഞാൻ നേരത്തെ ഒരു സംശയാലുഭയമായിട്ടുള്ളൊരു വർത്താനം അവിടെ പറഞ്ഞായിരുന്നല്ലോ. കാരണം അത് സ്ക്രീന് പൊട്ടിയിട്ടുണ്ട്. ഇത് ഇവിടെ നിന്ന് പ്രൈവറ്റായിട്ട് നമുക്ക് ചെയ്തു തരുമെന്ന് അറിയത്തില്ല. കാരണം അതിൻ്റെ സ്ക്രീന് കിട്ടാൻ കുറച്ച് പാടാണെന്ന് നേരത്തെ എൻ്റെ അടുത്ത് ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒരു ഷോപ്പിൽ വന്ന് ചോദിച്ചാലല്ലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ നേരിട്ട് വന്നിട്ട് കാണിക്കാൻ വേണ്ടി വന്നതാണ് സംഭവം. അപ്പോൾ അവർ നമ്മളെ കൈയൊഴിഞ്ഞു ഗൈസ്, കൈയൊഴിഞ്ഞു. അവിടെ നിന്ന് ശരിയാക്കാൻ പറ്റില്ല, ശരിയാക്കുവാണെങ്കിൽ തന്നെ പാർട്സ് കിട്ടത്തില്ല എന്ന് പറഞ്ഞു. അത് ലെനോവോൻ്റെ കമ്പനി തന്നെ നമ്മൾ വാങ്ങണമെന്ന് പറഞ്ഞപ്പം തളർന്നു പോയി. അപ്പോൾ പറയുന്ന ചേട്ടൻ പറഞ്ഞു അടുത്ത് തന്നെ ലെനോവോയുടെ ഷോപ്പുണ്ട്, സോ അവിടെ ചെന്നിട്ട് ചോദിക്കുമെന്ന്. അങ്ങനെ ഞാനും വാപ്പിയും വെച്ചു അങ്ങോട്ടേക്ക് തന്നെ. അങ്ങനെ ഒന്നും നോക്കാണ്ട് നമ്മൾ എന്തായാലും ചോദിച്ചിട്ട് വരാം, എന്തായാലും ഇത്രയൊക്കെ ഇതായില്ലേ, എന്നാലും ചോദിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോയിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല സങ്കടമുണ്ട്. എൻ്റെ ലാപ്പിൻ്റെ സ്ക്രീൻ ഇങ്ങനെ പൊട്ടി സൈഡിലൂടെ ഇങ്ങനെ പൊടിയായിട്ടൊക്കെ വരുന്നുണ്ട്. പക്ഷെ എന്നാലും സാധനം വർക്കിംഗ് ആണ്, ടച്ചൊന്നും വർക്ക് ചെയ്യണില്ല. പക്ഷേ സ്ക്രീൻ ഇങ്ങനെ കാണുന്നുണ്ട്, ലാപ്പ് വർക്കിംഗ് ആണ്. ഞാനും വാപ്പിയും വന്നിരുന്നു. അവരാണെങ്കിൽ ലാപ്പ് ഒന്ന് നോക്കിയിട്ട് വരാമെന്നും പറഞ്ഞ് ഉള്ളിലോട്ട് പോയി. പിന്നെ ഞാനും വാപ്പി കുറച്ച് നേരം നമ്മുടെ ഒരു കലാപരിപാടിയിൽ അല്ലെങ്കിൽ അലക്കുലത്തെ സംഭവങ്ങളൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഈ സ്ക്രീനിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ലാപ്പിൻ്റെ സ്ക്രീൻ ഓട്ടിട്ട് 1 വർഷം ആവാറായി. പക്ഷെ ഞാനിപ്പോൾ ഇപ്പോഴാണ് കാണിക്കാനായിട്ട് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ലാപ്പ് കിടക്കുന്ന കോലം കണ്ടോ? ഫ്രണ്ട് സൈഡ് ഇങ്ങനെയും പക്ഷെ സ്ക്രീന് കിടക്കുന്നത് അങ്ങനെയും. ഇതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. ചില സമയങ്ങളിലാണ് അങ്ങനെ ആവണത്. പിന്നെ നമ്മളിങ്ങനെ ചൊറിയും കുത്തി അവിടെ കുറച്ച് നേരം ഇരുന്നു. അവർക്ക് ടെസ്റ്റ് ചെയ്യണം, അത്ര ടെസ്റ്റിങ്. ഫൈനലി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഓടി ഗൈസ്. കാരണം അവിടുത്തെ പൈസ നമുക്ക് താങ്ങാൻ പറ്റില്ല. ഞങ്ങളൊരു ഓളത്തിന് ചോദിക്കാൻ പോയതായിരുന്നു, പക്ഷേ അത്രക്കുള്ള ബഡ്ജറ്റ് ഇല്ലാത്തത് കൊണ്ട് തൽക്കാലത്തേക്ക് ഞാനിപ്പം നന്നാക്കണില്ല എന്ന് ഉദ്ദേശിച്ചു.
എന്തായാലും കുഴപ്പമില്ല, ഇനി ഒരിക്കലാവാം എന്നുള്ള ശുഭപ്രതീക്ഷയോടെ ഞാൻ അവിടെ നിന്ന് മടങ്ങുകയാണ് മക്കളെ, മടങ്ങുകയാണ്. എൻ്റെ പരിപാടിയിൽ ഏകദേശം എങ്ങനെയൊക്കെ ആയിന്ന് നിങ്ങൾക്ക് കണ്ടില്ലേ. ഇനി നമുക്കുള്ളത് വാപ്പാൻ്റെ കുറച്ച് കാര്യങ്ങളാണ്. അതും കൂടി നടത്തുമ്പോഴത്തേക്ക് ഇന്നത്തെ ദിവസത്തേക്കുള്ളതായി എന്നാണ് എൻ്റെ ഒരു നിഗമനം. എന്തൊക്കെ പറഞ്ഞാലും ഇവിടുത്തെ തിരക്ക് തന്നെയാട്ടോ, ഒരു ഒന്നൊന്നര തിരക്ക്. ഈ തിരക്കുകൾക്കിടയിലും വീഡിയോ എടുക്കുന്ന എന്നെ നിങ്ങൾ മാനിക്കാണ്ട് പോകരുത് ഗൈസ്. അപ്പോൾ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, ബെല്ലൈക്കൺ അമർത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തുക. അതായിരിക്കും എൻ്റെ അടുത്ത വീഡിയോ ഇടാനുള്ള മോട്ടിവേഷനും പ്രചോദനവും. സോ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ ഏകദേശം ഈ കാണുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഏകദേശം ഇത് ലക്ഷദ്വീപ് ഗസ്റ്റ് ഹൗസിൻ്റെ അടുത്തായിട്ടൊക്കെ വരുന്നൊരു റോഡാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ എറണാകുളം കുറേ കറങ്ങിയതൊക്കെയാണ്, എന്നാലും സ്ഥലങ്ങളൊന്ന് പറഞ്ഞു തരാനായിട്ട് കറക്റ്റായിട്ട് എനിക്ക് അറിയാത്തത് എൻ്റെ കുറച്ച് വിവരമില്ലായ്മ കൊണ്ടാണ്. അതൊന്ന് നിങ്ങൾ മാനിക്കുക കേട്ടോ. അപ്പോൾ യെസ്, ഇതാണ് നമ്മുടെ അടുത്ത സ്ഥലം. വാപ്പാൻ്റെ കുറച്ച് സാധനമല്ല, വണ്ടിക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റിക്കർ ആണെന്നാണ് എൻ്റെ ഒരു നിഗമനം. അത് വാങ്ങാനാണ് നമ്മൾ ഈ കടയിലോട്ട് വന്നിരിക്കുന്നത്. ഞാൻ കടയിൻ്റെ ഉള്ളിൽ ഒരുപാട് തിരക്കുള്ളത് കാരണം കയറിയിട്ടുണ്ടായിരുന്നില്ല. വാപ്പ കുറച്ച് സാധനങ്ങളൊക്കെ നോക്കിക്കൊണ്ടിങ്ങനെ ഇരിക്കുകയായിരുന്നു. ഞാനാണെങ്കിൽ പുറത്ത് ഇങ്ങനെ വെറുതെ ചുമ്മാ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഞാനവിടെ നിന്നു. ഇടയ്ക്ക് ഫോൺ വന്നപ്പോൾ വാപ്പി ജസ്റ്റ് ഒന്ന് പുറത്തുനിന്ന് സംസാരിക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അങ്ങനെ ഞാനെന്തോ കാര്യമായിട്ട് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ രണ്ട് സാധനങ്ങളും എൻ്റെ വീഡിയോൻ്റെ ഉള്ളിലോട്ട് വന്നത്. അങ്ങനെ ആ തകൃതി അവിടെ പോയി കിട്ടി. അടുത്ത രംഗം പിടിക്കാനായിട്ട് ഞാൻ വീണ്ടും ക്യാമറ ഓണാക്കി ഇങ്ങനെ റോഡിലൂടെ നോക്കുകയായിരുന്നു, ഉലാത്തുകയായിരുന്നു എൻ്റെ കണ്ണുകൾ. കടയിൻ്റെ ഉള്ളിൽ ഒരു അരമണിക്കൂർ ചിലവഴിച്ച് ഫോണിൽ സംസാരിക്കാനായിട്ട് വീണ്ടും ഒരു അരമണിക്കൂർ വാപ്പ ചിലവഴിച്ച് എന്നെ അടപടലം പോസ്റ്റാക്കിയതിൽ എനിക്ക് വിഷമമുണ്ടോയെന്ന് ചോദിച്ചാൽ ഒട്ടും ഇല്ല. നല്ല ദേഷ്യമാണ് വരുന്നത്. പക്ഷെ ഞാൻ അങ്ങ് കടിച്ചു പിടിച്ചു. ആ ദേഷ്യം തണുപ്പിക്കാനെന്ന പോലെ പടച്ചോനായിട്ട് കുറച്ച് മഴത്തുള്ളികൾ അവിടെ വെതറി വിട്ടു ഗൈസ്. നിങ്ങളിത് കാണുന്നുണ്ടോ? ചില സമയങ്ങളിൽ ഞാൻ വൃത്തികെട്ട ക്രിഞ്ച് വേർഡ്സൊക്കെ യൂസ് ചെയ്യലുണ്ട്. നിങ്ങളൊന്നും കാര്യമാക്കണ്ട, അതൊന്നും കേട്ട് നിങ്ങൾ തളരരുത് മക്കളെ. ഇനിയും നമുക്ക് ഒരുപാട് കേൾക്കാനുള്ളതാണ്. അതുകൊണ്ട് എല്ലാ ധൈര്യങ്ങളൊക്കെ നിങ്ങൾ ആവാഹിച്ചിട്ട് വേണം എൻ്റെ ഓരോ വീഡിയോസ് കാണാൻ. ഓക്കെ, ഈ സെൻട്രൽ സ്ക്വയർ എന്ന് പറയുന്നത് ലക്ഷദ്വീപുകാരുടെ ഒരു ദേശീയ വിനോദ സ്ഥലമായിട്ടാണ് എനിക്ക് ഈ ഒരു സന്ദർഭത്തിൽ നിങ്ങളോട് പറയാനുള്ളത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഞാൻ പറഞ്ഞത് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ പറയാനൊന്നുമില്ല. പ്രത്യേകിച്ചൊന്നും പറയാൻ കിട്ടാത്ത സന്ദർഭങ്ങളിൽ ഞാൻ അങ്ങനെയൊക്കെ പറയലുണ്ട് ഗൈസ്. നീങ്ങിക്കൊണ്ടിരിക്കുന്ന വണ്ടിയുടെ ബാക്കിൽ ചിലപ്പോൾ ഞാനിങ്ങനെ ചുമ്മാ ഇരിക്കും, ചുമ്മാ ഉലരും, ചുമ്മാ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നോക്കിയിരിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ഒരു ഷോപ്പിൽ വന്നിങ്ങനെ ഉലരുന്ന പ്രോസസ്സ് ഉണ്ടല്ലോ, അതൊരു വല്ലാത്ത പ്രോസസ്സാണ്. പിന്നെ ഞാൻ ഈ ചേട്ടനെ ചെരുപ്പ് കാണിച്ചു ഗൈസ്. ഈ ചെരുപ്പ് കണ്ടോ ഗൈസ്, മരത്തിൻ്റെ ചെരുപ്പ്. ഞാൻ എന്നിട്ട് ആ ചേട്ടനോട് ചോദിച്ചായിരുന്നു, ചേട്ടൻ എന്നാ ആ ചെരുപ്പ് ഇട്ടത്? അപ്പോൾ ചേട്ടൻ പറയുന്നു, അത് ഞാൻ പണ്ടേ ഇടുവാണ് മോളെ എന്നൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇപ്പോഴും ഇങ്ങനത്തെ ടൈപ്പ് ചെരുപ്പൊക്കെ ഇടണം മനുഷ്യന്മാരുണ്ട് ഇല്ലേ എന്ന്. അവിടുത്തെ പരിപാടി തീർന്നതിന് മുന്നേ നമുക്കൊരു ചായ കുടിച്ചാലോ എന്നുള്ളൊരു ഇതിൽ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി ഒരു ബംഗാളി കടയിൽ വന്നിരിക്കുകയാണ് ഗൈസ്. സാധാരണ ഒരു ചായ എടുക്കാൻ എത്ര മിനിറ്റ് വേണം? നമ്മൾ അവിടെ കുറച്ചധികം നേരം ഇരുന്നു ഒരു ചായക്ക് വേണ്ടി, 2 ചായക്ക് വേണ്ടി നമ്മളൊരു 5-6 മിനിറ്റെങ്കിലും വെറുതെ ചുമ്മാ ഇരുന്നിട്ടുണ്ട്. അതിനുശേഷമാണ് അവർക്കെന്തോ ബോധം വന്ന പോലെ ചായ കൊണ്ടുവന്നു. നമ്മൾ പോട്ടെ കുഴപ്പമില്ല, നമ്മുടെ ആവശ്യം ചായ നമ്മുടെ കുടിക്കലാണല്ലോ, നമ്മുടെ ആവശ്യമാണല്ലോ ചായ കുടിക്കൽ. അതുകൊണ്ട് നമ്മളവിടെ സബൂറാക്കി അവിടെ ചായ വെയിറ്റ് ചെയ്ത് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു അസുലഭ മുഹൂർത്തമാണ് നിങ്ങൾക്ക് മുന്നിൽ ഞാനും കേക്കിക്കോയും അവതരിപ്പിക്കുന്നതോ. കൊണ്ടുവന്ന ചായ ആണെങ്കിലും മസാല ചായ. എനിക്ക് പൊതുവേ ഈ മസാല മറ്റേത് മറിച്ചതൊന്നും ഇടുന്നത് എനിക്ക് ഇഷ്ടമല്ല പേഴ്സണലി. വാപ്പാക്ക് അത് ഓക്കെയാണ്. വാപ്പ ചിലപ്പോൾ സമയങ്ങളിലൊക്കെ വീട്ടിൽ വെക്കുമ്പോഴും ഇങ്ങനത്തെ ഇഞ്ചി ചായ മസാല ചായയൊക്കെ വെക്കുന്നത് കൊണ്ട് വാപ്പക്ക് കോളടിച്ച ഒരു കൂട്ടായിരുന്നു. പക്ഷേ എനിക്ക് അങ്ങനെയല്ല, എനിക്ക് ഒട്ടും ഇഷ്ടമില്ല എന്ന് പറഞ്ഞാൽ ഒട്ടും ഇഷ്ടമില്ല. പിന്നെ വേറെ ഗതികേട് കൊണ്ട് ഞാനത് കുടിച്ചു ഗൈസ്. അതാണ്. പിന്നെ തിന്നാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു പരിപ്പ് പോലത്തെ കുറച്ച് സാധനങ്ങളൊക്കെ, ഒരു പത്തരിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്ന ഒരു സാധനവും, വാപ്പയാണെങ്കിൽ മധുരത്തിൻ്റെ എന്തോ ബണ്ണോ എന്തോ വടയോ മധുരത്തിൻ്റെ എന്തോ ഒരു ഐറ്റംസും ആണ് വാപ്പ കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഞങ്ങളങ്ങനെ ഓരോന്നും കണ്ടതും കേട്ടതൊക്കെ ചർച്ചയൊക്കെ ചെയ്ത് ഓരോന്നിനെ കുറിച്ചൊക്കെ സംസാരിച്ച് അങ്ങനെ ചായ കുടിച്ച് ഇരിക്കുകയായിരുന്നു. വാപ്പാക്ക് പിന്നെ ഏത് ചൂടും പുഷ്പം പോലെ മിന്നിക്കുന്ന ഒരാളാണ്. എനിക്കാണെങ്കിൽ അങ്ങനെയല്ല, നല്ലോണം ആറണം എന്നുള്ളത് ഒരു മെയിൻ കണ്ടീഷൻ ആയതുകൊണ്ട് ഞാൻ വാപ്പാൻ്റെ ഗ്ലാസ്സിൽ ആറ്റാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഞാനൊരു ചായ പ്രേമിയല്ല, എന്നാലും ചില സമയങ്ങളിൽ ചില നേരങ്ങളിൽ എന്താ പറയുക, ചായ കുടിക്കാനുള്ള ഒരു ആവേശം അല്ലെങ്കിൽ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഒരു പ്രത്യേകതരം ആഗ്രഹമാണ്. ആസ് എ ചായ ലവർ അല്ലാഞ്ഞിട്ടും എനിക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ
നിങ്ങളിൽ ആരൊക്കെയുണ്ട് ചായ ലവർ, ചായ ഫാൻ? ഒന്ന് ജസ്റ്റ് കമൻ്റ് ഇടണേ, അറിയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് തന്നെ ബോറടിച്ചിട്ടുണ്ടാവില്ലേ? ഞാനൊരു ചായ കുടിക്കാൻ കാണിക്കുന്ന സമയമുണ്ടല്ലോ, എന്തൊരു ദൈർഘ്യമാണ്. പക്ഷെ എന്ത് ചെയ്യാനാണ്, എനിക്കങ്ങനെ പെട്ടെന്ന് ഈ ചൂട് ചായ ഒന്നും അങ്ങനെ ഇറങ്ങുമൊന്നുമില്ല. ഞാനതിനെ ആസ്വദിച്ചിട്ടാണ്, ചായ എന്നല്ല ഏതൊരു ഫുഡ് ഐറ്റംസിനെയും ഞാൻ ഭയങ്കരമായിട്ട് റെസ്പെക്റ്റ് ചെയ്ത് എന്താ പറയുക, ആസ്വദിച്ചിട്ടൊക്കെയാണ് ഞാനിങ്ങനെ തൊണ്ടയിലൂടെ ഇറക്കുന്നത് ഗൈസ്. നിങ്ങളെങ്ങനെയാണ്? ഒരുപാട് ധൃതിയുള്ളവരാണോ ഫുഡ് കഴിക്കുമ്പോഴും ചായ കുടിക്കുമ്പോഴും? ചായ ഇപ്പം വരുമല്ലോ എന്ന് പറഞ്ഞിട്ടായിരുന്നു ആദ്യം ഞാൻ ആ ഒരു സ്നാക്ക് എടുത്ത് കഴിക്കാൻ തുടങ്ങിയത്. സ്നാക്ക് എടുത്ത് തീർന്നു കഴിഞ്ഞിട്ടും ചായ വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ചായ ഒറ്റക്ക് കുടിക്കണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെയും ആ സ്നാക്ക് പറഞ്ഞായിരുന്നു. ഇപ്പോൾ ആ സ്നാക്ക് തീർക്കാനായിട്ട് കഷ്ടപ്പാടാണ് ഞാൻ കഷ്ടപ്പെടുന്നത്. എന്തൊരു അവസ്ഥ അല്ലേ? അവസ്ഥകൾക്ക് ഒരു പഞ്ഞമില്ലാത്ത എനിക്ക് ഇതൊക്കെ എന്തൊരു അവസ്ഥകളാണെന്ന് പറഞ്ഞ് തള്ളി മാറ്റിക്കൊണ്ടാണ് ഞാൻ ആ തീറ്റ തുടങ്ങിയിട്ടുള്ളത് ഗൈസ്. ഇത്രയും ആഗ്രഹിച്ച് ചായ കുടിക്കാൻ വന്ന എനിക്ക് ചായ വരെ വേണ്ടാതായി ഗൈസ്. എന്ത് ചെയ്യാനാണ്? ചായ എനിക്ക് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു, പക്ഷേ സ്നാക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ രണ്ടാമതും അത് തന്നെ വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നത്. നീണ്ടൊരു സമയം തന്നെയായിരുന്നു മക്കളെ ഞാൻ ചായ കുടിക്കാനെടുത്ത സമയം. വാപ്പക്കാണെങ്കിൽ അവിടെയും പോസ്റ്റായി പോയി. പക്ഷെ കുഴപ്പമില്ല, വാപ്പക്ക് വേണ്ടി ഞാൻ കുറച്ച് പോസ്റ്റ് ആയതല്ലേ, അപ്പോൾ നമുക്ക് വാപ്പാനെയും കുറച്ച് പോസ്റ്റ് ആക്കുന്നതിൽ വലിയ കുഴപ്പമില്ല എന്നാണ് എൻ്റെ മനസ്സ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ നല്ലൊരു തണുപ്പായിട്ടുള്ള ഒരു അന്തരീക്ഷമായിരുന്നു നമുക്ക് ചുറ്റിലും. കാരണം മഴ വരുന്നു പോകുന്നു, വരുന്നു പോകുന്നു. ഇത് തന്നെ ആയിരുന്നു ആ ഒരു ഈവനിങ്ങിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സോറി ഗൈസ്, പറഞ്ഞപ്പോൾ മാറിപ്പോയി. ഇത് ഈവനിങ് ടൈമല്ല, ഏകദേശം രാവിലെ 11 മണി ആ ഒരു സമയമാണ്. ആ ഒരു സമയത്താണ് നമുക്കൊരു തണുപ്പ് ഫീലുമായിട്ട് മഴ വരുന്നു പോകുന്നു എന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, നമ്മൾ അപ്പോഴും നിന്ന ഷോപ്പിൽ നിന്ന് ഇത്രയും ദൂരം നടന്നിട്ടാണ് നമ്മൾ ചായ കുടിക്കാനായിട്ട് വന്നിട്ടുള്ളത്. അങ്ങനെ അടുത്തതായിട്ട് നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ ഒരു ബേക്കറിയിൽ കയറിയിട്ട് നമ്മൾ കുറച്ച് സ്നാക്സും കാര്യങ്ങളും വാങ്ങിച്ചായിരുന്നു റൂമിലോട്ട്. അങ്ങനെ അതും കൂടി ആയി നമ്മളിതാ വീണ്ടും നടക്കുകയാണ്. നമ്മൾ വണ്ടി വെച്ച സ്ഥലത്തും നമ്മൾ ലാസ്റ്റ് നിന്നിട്ടുള്ള ആ ഒരു ഷോപ്പിലും നടന്ന് നമ്മളിതാ ഷോപ്പിലെത്തിയിട്ടുണ്ട്. നമ്മൾ ഒരു സാധനം കൂടി നമ്മുടെ കൂടെ വരുന്നുണ്ട്. അപ്പോൾ ആ സാധനം കൊണ്ടാണ് നമ്മളിനി പോകുന്നത് ഗായ്സ്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോവാണ്. എങ്ങോട്ട്? നമ്മളെ വീട്ടിലോട്ട്. ഇന്നത്തെ എൻ്റെ ദിവസത്തിലെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളെയാണ് ഞാൻ ഈ വീഡിയോയിൽ ഒപ്പിയെടുത്തിട്ടുള്ളതും ആഡ് ചെയ്തിട്ടുള്ളതും യൂട്യൂബിൽ ഇട്ടിട്ടുള്ളതും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ലല്ലോ. അപ്പോൾ എന്ത് രീതിയിലുള്ള വീഡിയോസാണ് നിങ്ങൾ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, എങ്ങനത്തെ വീഡിയോസാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മറക്കാണ്ട് കമൻറ്റ് രേഖപ്പെടുത്താൻ ശ്രമിക്കുക. അങ്ങനെ ഓരോ രീതിയിലുള്ള കമൻസുകൾ എന്നെ പ്രചോദനം നൽകുന്നത് കൊണ്ട്, എനിക്ക് പ്രചോദനം നൽകുന്നത് കൊണ്ട് ഞാനതൊക്കെ ചെയ്യാനായിട്ട് പ്രാപ്തിയായി ഇങ്ങനെ നിൽക്കുകയാണ് ഗൈസ്. അപ്പോൾ നിങ്ങളതൊന്നും കാണാണ്ട് പോകരുത്. അപ്പോൾ നിങ്ങളുടെ കമൻറ്റും വിലയേറിയ ലൈക്കും എല്ലാം എന്നിലേക്ക് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നുണ്ട്. ആൻഡ് അതന്നെ, എന്നെ വീണ്ടും വീണ്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം എന്നാണ് എനിക്ക് വീണ്ടും വീണ്ടും പറയാനുള്ളത്. ഹായ് ഗായ്സ്, ഫൈനലി നമ്മൾ തിരിച്ച് റൂമിലോട്ട് എത്തിയിട്ടുണ്ട്. നല്ല മഴയായിരുന്നു, അതുകൊണ്ട് തന്നെ നനഞ്ഞു ഗൈസ്. ഹെൽമെറ്റ് വെച്ചോണ്ട് തല നനഞ്ഞിട്ടില്ല, ബാക്കിയൊക്കെ നനഞ്ഞു ഗൈസ്. അപ്പം എന്തായാലും കേറട്ടെ കേട്ടോ.